അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത്, ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ എന്നുള്ള സാധനമാണ്. അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ റാപ്പും ചെയ്യും, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഗസലൊക്കെ പാടിയാണ്. ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടിയിലുണ്ടായി പോയി, അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാണ്. എന്തൊക്കെ ചെയ്യാം. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണേ. നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് പറഞ്ഞു പോയ ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അനുരാജ് മനോഹറാണ് അതിൻ്റെ ഡയറക്ടർ. ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ്. അപ്പോൾ പടം ഞാൻ എന്തായാലും കാണുക, പടം പോയിട്ട്. സർക്കാരിന്റെ പരിപാടിയിലേക്ക് വന്നു, മുഖ്യമന്ത്രി ആ വിഷയങ്ങളടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിമർശനം. സർക്കാർ പരിപാടിയിൽ എന്തിനു പങ്കെടുപ്പിച്ചു? ഇത്തരം സർക്കാർ പരിപാടികളിൽ പോകുന്നതിനൊക്കെ പരാമർശിച്ചാണ് ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പരിപാടിക്കാണ് ഞാൻ പോയത്. അതിനെ എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേടൻ എന്ന് പറയുന്ന ആൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് കൂടെ നിൽക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമ കൂടിയാണ്. ഞാൻ അതാണ് അവിടെ പോയി ചെയ്തത്. തീർച്ചയായും ഉണ്ടായിരുന്നു. അത് മുന്നോട്ട് വയ്ക്കുന്നതും കൂടി ലക്ഷ്യമിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്നത് പോലെയുള്ള ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിക്കാണിച്ച് വിഘടനവാദിയാക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കാണുകയും കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനു വേണ്ടിയാണ് ജോലി എടുക്കുന്നത്. എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴിയും എൻ്റെ ജനങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് ടെൻഷനില്ല ആ കാര്യത്തിൽ. പല ഘട്ടങ്ങളിലും പറയുന്നു വേടനെ ഭയക്കണം, വേടന്റെ പിന്നിൽ ആരുണ്ട്, ഇത് ആവർത്തിച്ച് ഇവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് 2-3 ആൾക്കാർ ഇങ്ങനെ പറയണ കേട്ടു, എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട്, വിദേശ ഫണ്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ. ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിലില്ലാത്ത ഒരു കാശും എൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഞാൻ ഇവിടെ തന്നെ ഷോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്ത് നിങ്ങൾ തരുന്ന കാശ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ആൾക്കൂട്ടത്തെ വേടന്റെ പരിപാടികൾക്ക് വരുന്ന ആൾക്കൂട്ടത്തെ ആയിരിക്കുമോ ചിലപ്പോൾ ഭയപ്പെടുന്നത്? അതെനിക്കറിയില്ല കൃത്യമായിട്ട്. എനിക്കത് കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ അറിയില്ല. എനിക്കറിയില്ല അതെന്താണെന്ന്. വിമർശനം ഉന്നയിക്കുന്നവരിൽ കൂടുതലും സംഘപരിവാരക്കാരും അതുപോലെ സവർണ ആളുകളുമാണ്. തീർച്ചയായിട്ടും അതുപോലെ ഈ ജനാധിപത്യത്തെ ഞാൻ ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പുല്ലബന്ധമില്ലാത്ത ആൾക്കാരെന്ന് പുള്ളിക്കാർ പറഞ്ഞല്ലോ. റാപ്പും പട്ടികജാതിക്കാരും തമ്മിൽ പുലബന്ധമില്ല എന്ന് പറയും. ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്കറിയില്ല പുലിപ്പല്ല് എവിടെയാണെന്ന്. പോയിട്ട് വരട്ടെ.